dears, welcome to Viskool. I am Sylvie, നിങ്ങളുടെ സ്വന്തം കെമിസ്ട്രി ഫാക്കൽറ്റി. ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നീറ്റ് ആൻഡ് ജെഇഇ എക്സാമിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക് മോൾ കോൺസെപ്റ്റിനെ പറ്റിയാണ്. Before that, let me introduce you to Viskool. Viskool എന്ന് പറയുന്നത് നീറ്റ് ആൻഡ് ജെഇഇ ആസ്പിറൻസിന് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് പഠിച്ച് നീറ്റ് ആൻഡ് ജെഇഇ ക്രാക്ക് ചെയ്യാനായിട്ടാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ ഡു ജോയിൻ വിസ്കൂൾ. വെൽക്കം ടു വിസ്കൂൾ ഫാമിലി. അപ്പം മോൾ കോൺസെപ്റ്റ് നമ്മൾ കടയിലൊക്കെ പോയിട്ട് പറയാം അല്ലേ, 1 കിലോ ആപ്പിൾ വേണം, അല്ലെങ്കിൽ 1 ഡസൻ മുട്ട വേണം, അതേപോലെ തന്നെ 1 ലിറ്റർ പാല് വേണം എന്നൊക്കെ പറയാം അല്ലേ. ഇതൊക്കെ എന്താണ്, ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ കാണിക്കുന്ന ആൾക്കാരാണ്. 1 കിലോ ആപ്പിൾ മാസം അവിടെ ഫിക്സ്ഡ് ആണ്, 1 ഡസൻ 12 മുട്ടയാണ് അല്ലേ. ഇനി 1 ലിറ്റർ അവിടെ വോളിയം ഫിക്സ്ഡ് ആണ്. അങ്ങനെയാണ് എന്തായിരിക്കും മോൾ എന്ന് പറയുന്നത്? ഇറ്റ്സ് എ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിലാണോ 6.022 into 10⁻23 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ളത്, ആ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോൾ. ഓക്കെ, ഇറ്റ്സ് എ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാണ് 3 മോൾ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് 3 മോൾ ആണ്. അപ്പൊ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? 3 into 6.022 into 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇനി നമ്മൾ പറയാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അവിടെ 4 into 6.022 into 10⁻23 ആണ്, അല്ലെങ്കിൽ 4 times that of അവോഗാഡ്രോ നമ്പർ ആണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എത്രയായിരിക്കും? 4 ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് പറയാം മോൾ എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ കാണിക്കുന്ന ആളാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ പറയാണ്, 1 മോൾ ഓഫ് പ്യുവർ ഗോൾഡില് എത്ര ഗോൾഡ് ആറ്റംസ് ഉണ്ടാവും? 6.022 into 10⁻23 ഗോൾഡ് ആറ്റംസ് ഉണ്ടാവും. അതേപോലെ തന്നെ 1 മോൾ വാട്ടർ ഉണ്ട്. 1 മോൾ വാട്ടറിൽ എത്ര ഉണ്ടാവും? 6.022 into 10⁻23 വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആയല്ലോ. മോളിൽ വെച്ചാൽ ഇറ്റ്സ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. 6.022 into 10⁻23 നമ്മൾ വിളിക്കുന്ന പേരാണ് അവോഗാഡ്രോ നമ്പർ എന്ന്. അപ്പൊ നമ്മൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ ടേംസിൽ പറഞ്ഞല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ മോൾസിനെ ഇൻ ടേംസ് ഓഫ് വോളിയം അല്ലെങ്കിൽ മാസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം. വോളിയം, ഇൻ ടേംസ് ഓഫ് വോളിയം, ഇറ്റ്സ് എ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് ഓക്യുപൈ 22.4 ലിറ്റർ അറ്റ് NDP. എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് NDPയിൽ 22.4 ലിറ്റർ വോളിയം ഓക്യുപ്പൈ ചെയ്യുന്നത്? ആ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 1 മോൾ. ഇനി എപ്പോഴാണോ മാസും മോളാർ മാസും ഈക്വൽ ആവുന്നത്, അപ്പൊ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് 1 മോൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാംസിന് വേണ്ടി 3 ഫോർമുലാസ് ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് കാണാനായിട്ട് ഇപ്പൊ മാസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് വിൽ ബി ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് വോളിയം ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് വിൽ ബി ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഇനി തന്നിരിക്കുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് വിൽ ബി നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ, that is 6.022 into 10⁻23. ഈ 3 ഫോർമുലാസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഫോർമുല നമ്പർ ഓഫ് മോൾസ് വിൽ ബി ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. സെക്കൻഡ് ഫോർമുല നമ്പർ ഓഫ് മോൾസ് വിൽ ബി ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. തേർഡ് ഫോർമുല നമ്പർ ഓഫ് മോൾസ് വിൽ ബി ഗിവൺ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Find the volume of carbon dioxide formed when 50 gram of CaCO3 is heated. CaCO3 ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? CaO1 CO2 പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, CaCO3 decompose to form CaO1 CO2. നമ്മുടെ ബാലൻസ്ഡ് ഈ ഇക്വേഷൻ ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ഫ്രം ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്പർ ഓഫ് മോൾസ് ഓഫ് CaCO3 1 ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 എന്താണ്? 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് CaCO3 എത്രയാണോ അത് തന്നെ ആയിരിക്കും എന്ത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് CaCO3 കാണാനുള്ള ഫോർമുല എന്താ? നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഫോർമുല എന്താ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ് അല്ലേ. ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് ഗിവൺ മാസ് 50 gram ആണ്. ഇനി നമുക്ക് CaCO3യുടെ മോളാർ മാസ് കാണണം. കാൽസ്യത്തിന്റെ അറ്റോമിക് മാസ് 40 ആണ്, കാർബണിന്റെ 12 ആണ്, ഓക്സിജന്റെ 16 ആണ്. 3 ഓക്സിജൻ ഉള്ളതുകൊണ്ട് 3 into 16. ഓക്കെ, 3 into
16. So ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടും. So molar mass of CaCO3 എന്ന് പറയുന്നത് 100 ആണ്. So number of moles will be given mass, that is 50 divided by 100. 50 by 100 എത്രയാ? 5 by 10, that is 0.5 mole. Okay, CaCO3 യുടെ number of moles 0.5 ആണെങ്കിൽ number of moles of carbon dioxide എന്ത് തന്നെ ആയിരിക്കും? 0.5 ആയിരിക്കും. Now നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിക്കണ്ടേ. നമുക്കൊരു ഫോർമുല ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് ഈസ് ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 22.4ഉം നമ്പർ ഓഫ് മോൾസും ഉണ്ട്, ഗിവൺ വോളിയം കണ്ടുപിടിക്കാൻ പാടില്ലേ? ഓക്കെ, 0.5 നമ്പർ ഓഫ് മോൾസ് വിൽ ബി ഗിവൺ വോളിയം. വോളിയം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു വോളിയം ഡിവൈഡഡ് ബൈ 22.4. സോ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.5 into 22.4. 0.5 1 by 2 അല്ലേ. സോ 22.4 by 2 എത്രയായിരിക്കും? 11.2 ലിറ്റർ ആയിരിക്കും ഫൈനൽ ആൻസർ. That was a very simple problem, right? ഇനി നമുക്ക് NEET 2024 ചോദിച്ച മോൾ കോൺസെപ്റ്റ് എന്നുള്ളൊരു പ്രോബ്ലം നോക്കാം. The highest number of helium atoms is in option A 4 moles of helium, B 4 U of helium, C 4 gram of helium, D 2.271098 liter of helium at STP. Number of atoms ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഫോർമുല ഉണ്ട്, number of moles is given number of molecules divided by Avogadro number. So number of atoms എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Number of moles into Avogadro number. So basically നമ്മൾ number of moles എവിടെയാണ് കൂടുതൽ നോക്കിയാൽ മതി. number of moles എവിടെയാണോ കൂടുതൽ, number of atoms അവിടെ കൂടുതലായിരിക്കും. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് 4 moles of helium ആണ്. 4 moles of helium എത്ര atoms ഉണ്ടാവും? 4 into Avogadro number, that is 4 into 6.022 into 10 raised to 23. That will give you 24.088 into 10 raised to 23 atoms ഉണ്ടാവും. ഓക്കെ, ഒരു മോളിൽ 6.022 into 10 raised to 23 atoms ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 4 മോളിൽ 4 into 6.022 into 10 raised to 23 particles ഉണ്ടാവും. ഇനി ഓപ്ഷൻ ബിയിൽ എന്താ ഉള്ളത്? 4U of helium. മോളാർ മാസ് ഓഫ് ഹീലിയം എന്ന് പറയുന്നത് 4 gram per mole ആണ്. Okay, which will be equal to 4U. ഇനി മാസ് തന്നിരിക്കുന്നത് എത്രയാ? 4U ആണല്ലേ. അപ്പോൾ നമുക്ക് പറയാം നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ. ഗിവൺ മാസ് 4 ആണ്, ഹീലിയത്തിന്റെ മോളാർ മാസും 4 ആണ്. സോ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 1 ആണ്. നമ്പർ ഓഫ് മോൾസ് 1 ആണെങ്കിൽ അവിടെ പാർട്ടിക്കിൾസിന്റെ കൗണ്ട് എത്രയായിരിക്കും? ആറ്റത്തിന്റെ കൗണ്ട് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു അവോഗാഡ്രോ നമ്പർ, ദാറ്റ് ഈസ് 6.022 into 10 raised to 23 atoms ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇനി ഓപ്ഷൻ സിയിൽ 4 gram of helium. ഗിവൺ മാസ് 4 gram ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഹീലിയത്തിന്റെ മോളാർ മാസ് എന്താണ്? 4 gram per mole ആണ്. സോ നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? Given mass, അതായത് 4 divided by molar mass, which will be 4. So number of moles എത്രയാ? 1 ആണ്. Number of moles 1 ആണെങ്കിൽ എത്ര atoms ഉണ്ടാവും? Avogadro number of atoms ഉണ്ടാവും. So it will be 6.022 into 10 raised to 23 atoms അവിടെ ഉണ്ടാവും. ഇനി ഓപ്ഷൻ 4 it's 2.271098 liter. വോളിയം ആണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് നമ്മൾ എങ്ങനെ കാണും? നമ്പർ ഓഫ് മോൾസ് വിൽ ബി given volume divided by 22.4 liter. Okay, 22.4 given volume divided by 22.4. So number of moles എന്ന് പറയുന്നത് 2.271098 divided by 22.4 ആയിരിക്കും. And that will give you 0.101 as number of moles. 0.101 ആണ് number of moles. അങ്ങനെയാണെങ്കിൽ number of atoms എന്തായിരിക്കും? 0.101 into Avogadro number. That is 0.101 into 6.022 into 10 raised to 23. And that will give you 6.082 into 10 raised to 22 atoms. Now, 4 options കൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ മതി. Option A is 24.088 into 10 raised to 23. Option B is 6.022 into 10 raised to 23. Option C is 6.022 into 10 raised to 23. And in option D is 6.082 into 10 raised to 22. ഇതിനകത്ത് ഏതിലാ ഹൈയസ്റ്റ് ആറ്റംസ് ഉള്ളത്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ is a right answer. അങ്ങനെയാണെങ്കിൽ നമുക്ക് NEET 2020 ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Which of the following has maximum number of atoms? Option A 1 gram of magnesium, atomic mass of magnesium is 24. B 1 gram of O2, atomic mass of oxygen is 16. And C 1 gram of lithium, atomic mass of lithium is 7. And D 1 gram of Ag, atomic mass of Ag is 108. Number of moles കാണാനുള്ള ഫോർമുല എന്താ? Given mass divided by molar mass. മാസും തന്നിട്ടുണ്ട്, atomic mass തന്നിട്ടുണ്ട്. ഇനി number of atoms കാണാനുള്ള ഫോർമുല എന്താ? Number of moles into
അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. എത്ര മഗ്നീഷ്യം ഉണ്ട്, എത്ര O2 ഉണ്ട്, എത്ര ലിഥിയം ഉണ്ട്, എത്ര AG ഉണ്ട്, അതാണ് അറ്റോമിസിറ്റി എന്ന് പറയുന്നത്. സോ നമ്മുടെ ഫോർമുല എന്താ? നമ്പർ ഓഫ് ആറ്റംസ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. So first option, it's 1 gram of magnesium. 1 gram number of moles എങ്ങനെ കാണും? Number of moles എങ്ങനെ കാണും? Given mass divided by molar mass. So it will be 1/24 into Avogadro number into ഒരു magnesium ഉള്ളൂ, so atomicity 1 ആയിരിക്കും. Now second option എന്താ? 1 gram of O2, atomic mass of oxygen എത്രയാണ്? 16 ആണ്. So 1/32 into 2 into Na. 32 ആണ് because atomic mass of oxygen 16 ആണ്. O2 എന്ന് പറയുമ്പോൾ 2 into 16 മോളാർ മാസ് അല്ലേ വേണ്ടത്? 2 into 16 that is 32. Now option C is 1 gram of lithium. Atomic mass of lithium എന്ന് പറയുന്നത് 7 ആണ്. Number of atoms എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/7 into 1 into Na, and that will give you 1/7 Na. Now option D, we have 1 gram of Ag. Atomic mass of silver എന്ന് പറയുന്നത് 108 ആണ്. So number of atoms എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/108 into Na ആയിരിക്കും. ഇതിനകത്ത് എവിടെയാണ് number of atoms കൂടുതൽ? 1/7 Na ആണ്. So option C is the right answer. So now here we have come to the end of this section. അടുത്ത ക്ലാസ്സിൽ നമ്മൾ നീറ്റിനും JEE എക്സാമിനും വന്ന more concept എന്നുള്ള previous year questions discuss ചെയ്യുന്നതായിരിക്കും. So until next chemistry class, stay tuned. Bye bye.